ഇതിപ്പോ കാണിക്കരുത്. ഷട്ട് ചെയ്തോ. ആദ്യം എന്നെ കാണിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് പോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ആര്യ താമര പ്ലീസ് വ്ലോഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ കുറച്ച് ദിവസമായി വ്ളോഗ് എടുത്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഇല്ലത്താണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അനിയൻ്റെ റൂമാണ്. ഞാൻ അധികം റൂം കാണിക്കുന്നില്ല, കാരണം ഒരു റൂം ടൂർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എന്നാൽ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊരു വ്ളോഗ് ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ എനിക്ക് ആമസോണിൽ നിന്ന് ഒരു സ്നാക്സ് ബോക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്നാക്സ് ബോക്സ്. അപ്പോൾ ഇതാ സ്നാക്കബിൾ എന്നാണ് ഇതിൻ്റെ പേര്. സ്നാക്കബിൾ ഹെൽത്തി സ്നാക്സ്, അങ്ങനെയാണ് ഈ ഒരു സ്നാക്സ് ബോക്സിൻ്റെ പേര്. അപ്പോൾ ഈ സ്നാക്സ് ബോക്സിൽ 10 സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. ഒക്കെ ഹെൽത്തി ആണെന്നാണ് ഇവരിതിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്നാക്സ് ടേസ്റ്റിംഗ് സെഷൻ തന്നെ നമുക്ക് വെക്കാമെന്ന്. അപ്പം ഞാനും എൻ്റെ അനിയത്തിക്കുട്ടിയും കൂടിയിട്ട് ഒരു സ്നാക്സ് ടേസ്റ്റിംഗ് സെഷനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്ന. അപ്പോൾ ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫാസ്റ്റാക്കിക്കോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് സ്നാക്സ് ഉണ്ടെന്ന്. അപ്പം ഞാൻ 10 തരം സ്നാക്സ് ആണുള്ളത്. അപ്പോൾ ആദ്യം ഓരോന്നായിട്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ട ചിക്പി പഫ്സ്, അങ്ങനെയാണ് ഫസ്റ്റ് സ്നാക്സിൻ്റെ പേര് കേട്ടോ. ചിക്പി പഫ്സ് ഹെർബ് ആൻഡ് ചീസ്. അപ്പോൾ ചീസിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കണം ഇത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഐറ്റമാണ് ഗൈസ്. ഇതാ കണ്ടോളൂ, ബനാന ചിപ്സ് ആണ്. ബനാന ചിപ്സ്, സാൾട്ടഡ് ബനാന ചിപ്സ് ആണ് സെക്കൻഡ് സ്നാക്ക് കേട്ടോ. അപ്പം ഇതാണ് അടുത്തത് ഞാൻ എടുത്തേക്കുന്നത്. ഇത് വീഗൻ ആണ്. പിന്നെന്താ ഇതേക്കണേ, വാക്യൂം ഫ്രൈഡ് ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ് കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു നല്ലത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. ടോട്ടൽ ഫാറ്റ് എന്ന് പറയുന്നത് 13.9% ഒക്കെ കാണിക്കണം. എന്നാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഇല്ല, അത് തന്നെ മെയിൻ ഒരു കാര്യം. വാക്യൂം ഫ്രൈഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് വാക്യൂം ഫ്രൈഡ് സ്നാക്ക് ടേസ്റ്റ് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്നാക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ തേർഡ് സ്നാക്കാണ് സബുദാന തിൻസ്. സബുദാന എല്ലാവർക്കും അറിയാലോ എന്താണ്. സബുദാന എന്ന് പറയുന്നത് നമ്മുടെ ഈ പായസത്തിലൊക്കെ ഇടും, ഈ ഒരു വൈറ്റ് കളറിൽ. സബുദാനയുടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ സബുദാന തിൻസ് ആണ് നെക്സ്റ്റ് തേർഡ് വണ്ണ്. അപ്പോൾ ഇത് റോക്ക് സാൾട്ട് ആൻഡ് പെപ്പർ ഫ്ലേവർ ആണ് കേട്ടോ. അപ്പോൾ ഒരു പെപ്പർ, ഒരു ഉപ്പ്, ആ ഒരു ഫ്ലേവർ വരും. പിന്നെ ബേക്ക്ഡ് ആണ്. പിന്നെ നോ ട്രാൻസ് ഫാറ്റ്, അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. നോ ട്രാൻസ് ഫാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റിംഗ് ഫ്രണ്ട്ലി, നോ കൊളസ്ട്രോൾ. അപ്പോൾ ഇത്രയുള്ള ഒരു സംഭവമാണ് ഈ സബുദാന തിൻസ്. ഇത് തേർഡ് സ്നാക്കാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് നമ്മുടെ കീൻവ പഫ്സ്. കീൻവ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് വെരി ഹെൽത്തി ഒരു മീൽ എന്നൊക്കെ. ഇപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ട് ഈ കീൻവ നമ്മൾ ചോറിനൊക്കെ പകരം, റൈസിനൊക്കെ പകരം ഈ കീൻവ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം കുറേ പേര് കീൻവ കഴിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പഫ് ടൈപ്പാണ്. അപ്പം ഇത് ദഹി പപ്പടി ചാട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് അടുത്തത് ഇത് നോക്കാം. ഇതും സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നോ പാം ഓയിൽ ആണ് കേട്ടോ. അപ്പം ഇതും അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഫോർത്ത് വൺ കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മുടെ ഫിഫ്ത്ത് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫിഫ്ത്ത് സ്നാക്ക്. അപ്പം ഇത് മൂങ് ജോർ. മൂങ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ഉഴുന്ന് പരിപ്പിനെയാണ് മൂങ് എന്ന് പറയാം കേട്ടോ. അപ്പം മൂങ് ജോറാണ്. അപ്പം ഇത് റോസ്റ്റഡും ആണ് കേട്ടോ. മൂങ് ജോർ റോസ്റ്റഡ് എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പം ഇത് റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ അഗെയിൻ ആണ്. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. പിന്നെ വീഗൻ ആണ്. പിന്നെ സോഴ്സ് ഓഫ്
ഫൈബർ ആണ്. അപ്പൊ ഇതും നല്ല കിടു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്താലേ എല്ലാം അറിയുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ 5th സ്നാക്കാണ്. ഓക്കെ, നമ്മുടെ 6th സ്നാക്കാണ് റാഗി സ്റ്റിക്സ്. റാഗിനെ പറ്റി ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. റാഗി അത്യാവശ്യം നല്ലൊരു ഡയറ്റ് മീല് തന്നെയാണ് റാഗി. ഇപ്പൊ റാഗി വെച്ചിട്ട് ദോശ, ഇഡ്ഡലി അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുട്ട്, പിന്നെ റാഗിയുടെ തന്നെ സേമിയ, അങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പൊ ഈ റാഗിയുടെ സ്റ്റിക്സ് ആണ് അടുത്ത സ്നാക്ക്. ഇത് അച്ചാറി മസാല എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അച്ചാറി ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഈ റാഗി സ്റ്റിക്കിന്. അപ്പൊ ഇത് നമ്മുടെ 6th സ്നാക്കാണ്. ഇത് എഴുതിയേക്കുന്നത് 0 കൊളസ്ട്രോൾ ആണ്. പിന്നെ റിച്ച് ഇൻ ഡയറ്ററി ഫൈബർ ഭയങ്കര റിച്ച് ആണ്. പിന്നെ നോ പാം ഓയിൽ, പിന്നെ 0 ട്രാൻസ് ഫാറ്റ്. അപ്പൊ ഇത് നമുക്ക് 40 gram ആണ് ഇതിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ 6th സ്നാക്ക്. ഓക്കെ, നമ്മുടെ 7th സ്നാക്ക് ആണ് ഇത് കോട്ടഡ് പീനട്ട് ആണ് കേട്ടോ. പുദീന ഫ്ലേവറിലുള്ള കോട്ടഡ് പീനട്ട്സ് ആണ്. പീനട്ട്സ് പിന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കപ്പലണ്ടി. അപ്പൊ കോട്ടഡ് പീനട്ട്സ് ആണ്. ഇതും ബേക്കഡ് ആണ്, അതായത് നമ്മൾ ഓയിൽ വെച്ചിട്ട് വറുത്തതൊന്നുമല്ല, ബേക്കഡ് ആണ്. പിന്നെ ഒബ്വിയസ്ലി റിച്ച് ഇൻ പ്രോട്ടീൻ, പിന്നെ നോ കൊളസ്ട്രോൾ ആൻഡ് വീഗൻ. 60 gram ആണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതും നോക്കാം. ഇത് നമ്മുടെ 6th ആണെന്ന് തോന്നുന്നു, സോറി 7th ആണ് കേട്ടോ. ഇത് 7th ആണ്. ഓക്കെ, സോ നമ്മുടെ 8th സ്നാക്ക് ആണിത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ മൾട്ടി ഗ്രെയിൻ ചിപ്സ് ആണ് കേട്ടോ. അത് ഫ്ലേവർ വരുന്നത് ഹെർബ് ആൻഡ് ചീസ് ആണ്. മൾട്ടി ഗ്രെയിൻ ചിപ്സ് ആണ് കേട്ടോ. അപ്പൊ മൾട്ടി ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഇറ്റ്സ് എ വെരി ഗുഡ് ഡയറ്റ് മീൽ ആണ് മൾട്ടി ഗ്രെയിൻ. അപ്പൊ ഇത് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, പിന്നെ സോഴ്സ് ഓഫ് ഡയറ്ററി ഫൈബർ, 0 കൊളസ്ട്രോൾ, നോ പാം ഓയിൽ. അപ്പൊ ഇത് മൾട്ടിഗ്രെയിൻ ചിപ്സ് ആണ്, 40 gram. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്നാക്ക് ആണ് കേട്ടോ. ഇത് 9th one ആണ്. ഇത് റാഗി ചിപ്സ് പെരി പെരി ആണ്. അപ്പൊ പെരി പെരി എന്ന് പറയുമ്പോൾ ഒരു എരിവൊക്കെ ഉണ്ടാവും, സ്പൈസി ആയിരിക്കും. സ്പൈസി ആൻഡ് ക്രഞ്ചി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് റാഗി ചിപ്സ് ആണ്. ഇതെന്താ, സോഴ്സ് ഓഫ് പ്രോട്ടീൻ, സോഴ്സ് ഓഫ് കാൽഷ്യം, റിച്ച് ഇൻ ഫൈബർ. അതാണ് ഇത് റാഗി ചിപ്സ്. അപ്പൊ ഇത് നമുക്ക് 9th സ്നാക്ക് ആണ് കേട്ടോ. സോ ഗായ്സ്, നമ്മുടെ 10th സ്നാക്ക്, ഏറ്റവും ലാസ്റ്റ് സ്നാക്ക് ആണ് കേട്ടോ. ഇത് ജോവാർ പപ്സ് നാച്ചോ ചീസ് എന്നാണ് എഴുതിയേക്കണേ. ജോവാർ എനിക്ക് ആക്ച്വലി എന്താന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് ടേസ്റ്റ്, ഞാനിപ്പോ ഗൂഗിളൊന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല കേട്ടോ, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഞാൻ പറയണതിനിടയ്ക്ക് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ജോവാർ പപ്സ് ആണ്. നമുക്കത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതെന്താന്ന് നമുക്ക് കറക്റ്റ് കാണിച്ചു തരാം ഞാൻ. ഇത് റിച്ച് ഇൻ ഡയറ്ററി ഫൈബർ, പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആൻഡ് ലോ ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്. അപ്പൊ ഇതും നല്ലതാന്ന് തോന്നുന്ന ചീസ് ഫ്ലേവർ ആണ്. മെയ്ഡ് വിത്ത് 100% ജോവാർ അങ്ങനെ എഴുതിയേക്കണേ. ജോവാർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു അരി ടൈപ്പാന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ 10th സ്നാക്ക്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ 10 സ്നാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ സ്നാക്കാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റിംഗ് സെഷൻ ആണ് കേട്ടോ അടുത്തത്. ഓക്കെ, കമോൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്നാക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ആർദ്രയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോ ഇതൊരു ഹെൽത്തി സ്നാക്സ് ആണ്. അവള് ഉദ്ദേശിച്ച പോലത്തെ ഒരു സ്നാക്സ് അല്ല. അപ്പൊ അവള് പറഞ്ഞു ചേച്ചി ടേസ്റ്റ് ചെയ്തോ, അവള് പിന്നെ ടേസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാം, ഇടയ്ക്ക് അവൾക്കും കൊടുക്കാം. അവള് എങ്ങനെയാ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അപ്പൊ ഫസ്റ്റ് സ്നാക്ക് ടേസ്റ്റ് ചെയ്യാം. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഓക്കെ, ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്ന കോട്ടഡ് പീനട്ട്സ് ആണ്, പുതിന ഫ്ലേവർ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പുതിന ചട്നിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. അപ്പൊ ആദ്യം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പീനട്ട്സ് തന്നെയാണ്, ഫുൾ കോട്ടഡ് പീനട്ട്സ് ആണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ പുതിനയുടെ ഒരു ഗ്യാസ് ഉണ്ടാവുമല്ലോ, എന്താ പറയാ, ഒരു ഫ്രഷ്നെസ്, ആ ഒരു ടേസ്റ്റാണ് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ നല്ല പുളി, ഉപ്പ്, പിന്നെ ചാട്ട് മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആർദ്ര, നീ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ആർദ്രയ്ക്ക് കുഴപ്പമില്ലാന്നേ ഉള്ളൂ. കൊള്ളാട്ടോ, ഇത് ഹെൽത്തി മീലിന്
നല്ലൊരു സ്നാക്കാണ്, അടിപൊളി. അപ്പോൾ ഫസ്റ്റ് സ്നാക്ക് ഈസ് സൂപ്പർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ ഞാൻ എടുത്തേക്കുന്ന കീൻവ പഫാണ്. ദഹി പപ്പടി ചാട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും. ഇത് ചീറ്റോസ് ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളി. ഇത് ശരിക്ക് ചീറ്റോസ് കഴിക്കുന്ന പോലെ കേട്ടോ. കറക്റ്റ് ചീറ്റോസിന്റെ അതേ ടേസ്റ്റ്. അയ്യോ അടിപൊളി, സൂപ്പർ. ആർക്കും കഴിച്ചു നോക്ക്. ഇത് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളധികം തടിക്കൂല. ഞാനിപ്പോൾ ഡയറ്റിലാണ് ഓൾറെഡി. ഇപ്പോൾ ഈവനിങ് ആണ്, ഞാൻ അങ്ങനെ സ്നാക്കൊന്നും കഴിക്കാറില്ല. പക്ഷെ ഇത് ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ എന്നാൽ ഇനിയും വ്ലോഗ് അല്ലെങ്കിൽ ലേറ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഇത് വന്നിട്ട് കുറേ ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു. ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി, സൂപ്പർ, കൊള്ളാട്ടോ. അപ്പോൾ ഇതും അടിപൊളി. സെക്കൻഡ് സ്നാക്കും കിടു. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് വൺ ആണ് മൂങ് ജോർ. മൂങ് ജോർ എന്ന് വെച്ചാൽ നമ്മുടെ ഉഴുന്നുപരിപ്പ് റോസ്റ്റഡ്. അപ്പോൾ അത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഗായ്സ് എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. ഇത് ഉഴുന്നുപരിപ്പല്ല കേട്ടോ. ഇത് ഒരുമാതിരി ഇങ്ങനെ ചതച്ച ഒരു നമ്മുടെ ഒരു കോൺഫ്ലേക്സ് കണക്കിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എനിക്ക് സത്യം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ഇത് വേറൊരു ചൊവ. സംഭവം ഉഴുന്ന് പരിപ്പാണ് കേട്ടോ. എനിക്കൊന്ന് ഉഴുന്ന് ചതച്ചിട്ട് അങ്ങാണ്ട് എന്തോ ചെയ്തേക്കുന്നതാണ് സംഭവം. കുഴപ്പമില്ല എനിക്ക്. പക്ഷെ അത്ര ഇങ്ങോട്ട് മറ്റേത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. വേറൊരു ചൊവയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആർദ്രയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒരു ചൊവ്വാല എന്തിൻ്റെ. അപ്പൊ ഈ മൂങ് ജോർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഹെൽത്തി ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ അത്ര ടേസ്റ്റിയിലോ കിട്ടാൻ വഴിയില്ല. സ്റ്റിൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫോർത്ത് സ്നാക്കാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജോവാർ പഫ്. ഇത് നാച്ചോ ചീസാണ്. അപ്പൊ എനിക്ക് ഇതിൽ നല്ല പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ചീസ് ഫ്ലേവർ അല്ലേ, അപ്പോൾ മിക്കവാറും സൂപ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇതാ. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഉദ്ദേശിച്ചൊരു ഫ്ലേവർ തന്നെയാണ്. ഓക്കെ, അപ്പം എൻ്റെ മുത്തശ്ശി വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് കൊള്ളാം. ഇത് ചീസിൻ്റെ ഫ്ലേവർ നമ്മളിപ്പോൾ ഏതാ. ഓക്കെ, അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മറ്റേ ചീസിൻ്റെ ഫ്ലേവറാണ്. കുഴപ്പമില്ല. ഒബ്വിയസ്ലി ചീസിന്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. കൊള്ളാം. ഇപ്പൊ ആർദ്രയ്ക്ക് കൊടുക്കട്ടെ. കൊള്ളാം അല്ലേ, നൈസ് ആയിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല. അപ്പൊ ഇത് നമ്മുടെ ഫോർത്ത് സ്നാക്കാണ് കേട്ടോ. കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ റാഗി സ്റ്റിക്സ് ആണ്. അച്ചാറി മസാല എന്നാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് ഫിഫ്ത്ത് വൺ ആണ്. ഓക്കെ, ഫിഫ്ത്ത് സ്നാക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. ഇതാ റാഗി അച്ചാറി സ്റ്റിക്സ്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കൊള്ളാം. നമ്മുടെ നാച്ചോസ് ഡൊറീറ്റോസ് ഒക്കെ ഇല്ലേ, ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നേ. കൊള്ളാം. റാഗി എന്ന് പറയില്ല കേട്ടോ.
സംഭവം നൈസാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ ഹെൽത്തി വേയില് അതേ ടേസ്റ്റിലാണ് അവർ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ആർദ്രക്കുട്ടിക്ക് ഒന്ന് കൊടുക്കട്ടെ. ശരിക്കും നമ്മുടെ നാച്ചോസിന്റെ ഒക്കെ ഒരു ഫ്ലേവർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കിടു. ഓക്കെ, നമ്മുടെ 6th വണ് എഗെയിൻ റാഗി ചിപ്സ്. അപ്പൊ റാഗി സ്റ്റിക്സ് നമ്മൾ കഴിച്ചു, അച്ചാറി ഫ്ലേവർ. ഇത് റാഗി ചിപ്സ് ആണ്, പെരി പെരി ഫ്ലേവർ കേട്ടോ. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഫ്ലേവർ വരുന്നത്, അല്ല ടെക്സ്ചർ വരുന്നത്. ഇത് കണ്ട കറക്റ്റ് ഒരു റാഗിയുടെ ഒരു ഇതുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കൊക്കുവടയൊക്കെ കഴിക്കത്തില്ലേ, പക്കാവടയൊക്കെ, ആ ഒരു ടൈപ്പ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് നാടൻ ഒരു ടൈപ്പ് ടേസ്റ്റ് ആണ്. പ്രായവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. മറ്റേതൊക്കെ മസാല ഐറ്റംസ് അല്ലേ. ഇത് കൊള്ളാം കേട്ടോ. ഞാൻ ആർദ്രയ്ക്ക് ഒന്ന് കൊടുത്തു നോക്കാം. നമ്മളെ കുഴപ്പമില്ല അല്ലേ, നോട്ട് ബാഡ് അല്ലേ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇതും വലിയ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ 7th ചിപ്പാണ് സാബുദാന തിൻസ്. ഞാൻ പറഞ്ഞല്ലോ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ, റോക്ക് സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് എഴുതിയേക്കണേ. സാബുദാനയുടെ എനിക്ക് എന്താവും ടേസ്റ്റ് ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമുക്ക് നോക്കാം. ഇത് ഭയങ്കര വലിയ ചിപ്സ് ആണ് കേട്ടോ, സാബുദാന കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതാ ഇത്രയുണ്ട് ചിപ്പിന്റെ വലിപ്പം. ഇത് പൊട്ടിയതാണ്. ഓക്കെ, നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത് ഈ കണ്ടോ, ഈ വൈറ്റ് കളറിലുള്ളത് സബുദാനയാണ് കേട്ടോ. സബുദാന നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ എന്താ സൈഡിൽ ഞാൻ കൊടുക്കാം എങ്ങനെയാണ് സബുദാന ഇരിക്കാന്ന്. അപ്പൊ അതിന്റെ ചിപ്പാണിത്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കപ്പ വറുത്തതൊക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നണം കേട്ടോ. കൊള്ളാം, കപ്പ വറുത്തതിൻ്റെ ഒക്കെ ഒരു നാടൻ ടേസ്റ്റ് പോലെയാണ്. കൊള്ളാം. ആർദ്രയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റാം. അല്ലേ, കപ്പ വറുത്തതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് ഭയങ്കര ക്രഞ്ചിയാണ് കേട്ടോ. കണ്ടോ, നല്ല ശബ്ദമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കൊള്ളാം, നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഹെൽത്തി വേയില് ബെസ്റ്റ് സ്നാക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ 8th സ്നാക്കാണിത്, ചിപ്പി പഫ്സ്. ചിപ്പി എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ, നമ്മുടെ വെള്ളക്കടലയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണിച്ചു തരാം. അപ്പൊ അതായത് ഹെർബ് ആൻഡ് ചീസിന്റെ ഫ്ലേവറാ. അപ്പൊ അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അതാ ഇതും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതാ ഇത് ചിപ്പി പറഞ്ഞ പോലെ അരച്ചിട്ടുള്ള സംഭവം ആയിരിക്കും, അതാണ് ഇങ്ങനെ വന്നത്. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. കിടു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് വെള്ളക്കടയാന്നൊരു മനുഷ്യര് പറയില്ല. ആർദ്രയ്ക്ക് കൊടുക്കട്ടെ. സൂപ്പർ ആയിട്ടില്ലേ? അപ്പൊ എനിക്കും ഈ പിസയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തോന്നിയത്. നമ്മുടെ ഈ പക്ഷെ ഒരു കടലയുടെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്, ഒരു കടല അരച്ചിട്ട ഒരു ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നമ്മുടെ 9th ചിപ്സ് ആണ്, മൾട്ടിഗ്രെയിൻ ചിപ്സ്. ഇതും ചീസ് ആൻഡ് ഹെർബ് ഫ്ലേവർ ആണ് കേട്ടോ. ടേസ്റ്റ് ചെയ്യാം. കാണുമ്പോൾ തന്നെ ഒരു സൂപ്പർ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയണ ഒരു കാര്യം എന്താണെന്നറിയോ, സത്യം അതെ, നമുക്ക് എനിക്ക് എന്താണെന്ന് പറയുക, ആർദ്ര ചിരിക്കുക.
നമ്മൾ ഇത്രയും കാലം അൺഹെൽത്തി ആയിട്ട് കുറേ ഇങ്ങനത്തെ ചീറ്റോസ് ലേസ് അതൊക്കെ, പക്ഷെ അതേ ടേസ്റ്റിലും നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഉള്ളത്, അതും ഭയങ്കര ഹെൽത്തി ആയിട്ട്. ഈശ്വര ഇത് മുന്നേ അറിഞ്ഞില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മൾട്ടി ഗ്രെയിൻ ആണ്, അപ്പൊ അത്രയും നല്ലൊരു സംഭവമാണിത്. എനിക്കൊന്നും പറയാനില്ല, നമുക്ക് ആർദ്രയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സൂപ്പർ ആയിട്ടില്ലേ? അതാ പറഞ്ഞേ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നീ എല്ലാം കഴിക്കുമ്പോ ഓരോന്ന് അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്നും കൂടി കഴിക്കട്ടെ. എല്ലാം ഒന്നും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു, അടിപൊളി. എൻ്റെ അനിയനില്ലേ ഇവിടെ, അനിയനുണ്ടെങ്കിൽ ഇതൊക്കെ തീർത്തേനെ. മീൻസ് അങ്ങനെയല്ല, അവനും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്നാക്കാണ്. അപ്പൊ എനിക്ക് വിഷമാവുണ്ട്, ലാസ്റ്റ് ഇതാണല്ലോ, ഒന്നുമില്ലല്ലോ എന്ന് ആലോചിച്ചു. പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നമുക്ക് ലാസ്റ്റ് വന്നുകൊണ്ട് ടേസ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ കേരളീയരുടെ പ്രിയപ്പെട്ട ബനാന ചിപ്സ്, നമ്മുടെ കായ വറുത്തത്. അപ്പൊ ഇത് സോൾട്ടഡ് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വാക്വം ആണ്, വാക്വം ഫ്രൈഡ് ആണ്, ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതെങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ബനാന ചിപ്പാണ്. ഇത് നമ്മുടെ സാധാ ബനാന ചിപ്സ് പോലെ കട്ടിയില്ല കേട്ടോ, ഭയങ്കര കനം കുറഞ്ഞതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. ഇത് വെളിച്ചെണ്ണയിലല്ല വറുത്തതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ, കാരണം ഇത് കറക്റ്റ് വെളിച്ചെണ്ണയിൽ വറുത്ത പോലെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വാക്വമാണെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് വേണം ഇത്. കൊള്ളാം, വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ സാധാ കറക്റ്റ് ഉപ്പേരി വറുത്ത പോലെ, വറുത്ത ഉപ്പേരിയുടെ അതേ ടേസ്റ്റ് ആണ്. കൊള്ളാം, എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ടേസ്റ്റിംഗ് സെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും അൺഹെൽത്തി ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. സ്നാക്കബിൾ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. അവർക്ക് കുറേ വേറെ ചിപ്സ് ഉണ്ട്. ഇതിപ്പോൾ ഒരു പാക്കിൽ 10 ചിപ്സ് ആയിട്ട്, അതായത് 10 സ്നാക്കായിട്ട് വരുന്ന ഒരു ബോക്സാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. എന്തായാലും ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. എനിക്ക് പേഴ്സണലായിട്ട് ഇപ്പോൾ ഇത്തിരി കുറച്ച് ഇഷ്ടപ്പെടാത്ത ആ മൂങ് ദാലിൻ്റെ ഒരു സംഭവം തന്നെയാണ് അത്. പക്ഷേ ഈ നമ്മുടെ ഉഴുന്ന് അതിങ്ങനെ എന്തോ ചതച്ചവർ അതിൻ്റെ അങ്ങനെ എന്തോ ഉണ്ടാക്കിയതാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി എല്ലാം അടിപൊളിയായിരുന്നു. ആ 10 എണ്ണത്തിൽ 9 എണ്ണവും സൂപ്പറായിരുന്നു. ഒന്നിനൊന്നിനും മെച്ചം തന്നെയായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. എനിക്കിപ്പോൾ ഇതിൽ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ അങ്ങനെ ഇല്ല, എല്ലാം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പറ്റുന്നവരൊക്കെ, അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അതെ, എല്ലാവരും ഇത് തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ വാങ്ങിച്ചു കൊടുക്കുക. ലേസ്, ചീറ്റോസ് അങ്ങനത്തെ. ഞാൻ അവരുടെ ബ്രാൻഡിനെ പറയല്ല കേട്ടോ, എത്രയും അത് അൺഹെൽത്തിയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മൾ അതെല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ വല്ല സ്നാക്സോ അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. 100% ഹെൽത്തിയാണ്. അതുപോലെ ഓയിലില്ല, കുറേ വാക്വം ഫ്രൈഡാണ്. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ട് നമുക്കെന്നാ ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്കെന്നാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ, ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആര്യ താമരപ്ലീസ് വ്ലോഗ്. ബൈ.